പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്താണ് ചെല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടത് രാത്രിയിൽ വൽ ഫജ്ർ സൂറത്ത് ഓതുക, പകൽ മുഴുവൻ ഈ ദിക്ർ കൊണ്ട് നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗമേതാണ്? അല്ലാഹുവിലേക്ക് എങ്ങനെയെങ്കിലും അടുക്കണം, അതിനുള്ള എളുപ്പമാർഗമേതാണ്? നമുക്കൊക്കെ ഒരു മനസ്സിലാതുണ്ടാവുമല്ലോ, പടച്ച റബ്ബിലേക്ക് എങ്ങനെ അടുക്കും? കമ്മസൂഫി വലിയുല്ലാഹി മഹാനുഭാവൻ അടുത്തതുപോലെ, മമ്പറും തങ്ങൾ അടുത്തതുപോലെ, നാട്ടുകളടങ്ങിയിരിക്കുന്ന മഹാനുഭാവൻ അടങ്ങി എങ്ങനെ അടുത്തതുപോലെ എനിക്കും അടുക്കണം റബ്ബിലേക്ക്. എങ്ങനെ അടുക്കാൻ സാധിക്കും? ഓരോരുത്തരുടെ മനസ്സിലുള്ള ചിന്ത അല്ലേ? അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു. ഏറ്റവും അടുപ്പാണ്, ഭാര്യയുടെ വാപ്പയാണ്, അപ്പൊ കൂടുതൽ ബന്ധമുണ്ട്. ആ ബന്ധം വെച്ച് ചോദിക്കാം, നിങ്ങൾക്ക് ഭയങ്കര അടുപ്പമാണല്ലോ അല്ലാഹുവായിട്ട്, അതുകൊണ്ട് എങ്ങനെ അടുക്കാനുള്ള എളുപ്പ വഴി എന്താ? അല്ല കുറുക്കു വഴി വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ആ കുറുക്കു വഴി പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയണ്ടേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ സ്മരിക്കലാണ്, ഓർക്കലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ദിക്ർ ചെല്ലുക, റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുക. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാ ഒരു ദിക്ർ താ. നബിയേ എനിക്ക് മാത്രമായ ഒരു ദിക്ർ നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. ചിന്തിച്ചു നോക്ക്. അലി റളിയല്ലാഹു തആല അപ്പോഴും ചോദിച്ചു വന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറക്കെ പറയും, നമുക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട, ഈ സ്വലാത്തുകൾ വേണ്ട, ഈ ഹദ്ദാദ് റാത്തീബുകൾ വേണ്ട, ഈ മൗലിദുകൾ വേണ്ട, ഈ റാത്തീബുകളൊന്നും വേണ്ട. നമുക്ക് കുറെ പുതുപുത്തം കുറച്ച് കിട്ടിയാൽ മതി. ആർക്കും അറിയാത്ത എന്തെങ്കിലുമൊക്കെ കടുപെട്ട് കുറച്ച് വാക്കുകൾ കിട്ടിയാൽ, അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടിയാൽ അത് വലിയ സംഭവം. സുന്നികൾ അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ട്. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോളം ശ്രേഷ്ഠതയുള്ള വേറെ ദിക്റില്ല. അലി റളിയല്ലാഹു അൻഹു കൊടുക്കുക, ഇത് ചൊല്ലിക്കോ. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെന്ന് അവരുടെ അടുക്കൽ മുരീദന്മാരായി കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുമായിരുന്നു അത്ര, നീ 1,00,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ. 1,00,000 പരിപൂർണമായി ചെല്ലിയിട്ട് ചെല്ലുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. 1,00,000 വീണ്ടും ചെല്ലി 2,00,000 വീണ്ടും ചെല്ലുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. 3,00,000 ഒക്കെ ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം വല്ലാതെ ചൂടേറിയിട്ടുണ്ടാവും. സാധാരണ ഞാൻ അതിനൊക്കെ കൂടുതൽ ചെല്ലിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, നമ്മൾ അനുവാദം വാങ്ങിച്ച് ചെല്ലുന്നതും അല്ലാതെ ദിക്റാണ് കൊടുത്തിരുന്നത്. ചെറിയതല്ല, കുറച്ച് ചെല്ലണം, നമ്മൾ കുറച്ച് ചെല്ലേണ്ടതാണ്. മരണപ്പെട്ടതുപോയ ആളുകൾ അവരുടെ ഖബറുകളിൽ 7 ദിവസങ്ങൾ അല്ലതല്ല 40 ദിവസം വരെ ഖബറിൽ ഫിത്നയിലാക്കപ്പെടും. ഖബറിൽ ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ ഉയർത്തപ്പെടാൻ നിദാനമാണ് 70,000 ദിക്റുകൾ ചൊല്ലി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ട് മുതലേ ചെയ്തു വരുന്ന തൗസ് എന്ന് പറയുന്നത് വലിയ മഹാനാണ്, താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ കൊടുക്കണം, ചെറിയ ദിക്റല്ല. അപ്പൊ അല്ലാഹ് എന്ന മഹത്തായ നാമം ഇതിലടങ്ങിയിട്ടുണ്ട്. ആ നാമം എന്ന് ഉയർത്തപ്പെടുന്നോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അതാണ് പറഞ്ഞു വന്നതിന്റെ ടോട്ടൽ. അല്ലാഹ് എന്നുള്ള നാമം എന്ന് ഉയർത്തപ്പെടുന്നോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. കിബറല്ല, അഹങ്കാരത്തിന്റെ വാക്കല്ല അത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിക്കുകയാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന അവ്വലു മൻ യൻശഖുൽ ഖബറു അന്നീ, നാളെ ആദ്യമായി ഖബറിൽ നിന്ന്, ഖബർ എന്നെ തൊട്ടാണ് ആദ്യമായി പിളരുക, ആദ്യമായി ഖബറിൽ എഴുന്നേൽക്കുന്നത് മഹ്ശറയിലേക്ക് ഞാനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, അന അവ്വലു മൻ യുഹ്ലിഖു ബാബൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണിയിൽ ആദ്യമായി പിടിക്കുന്നത് ഞാനാണ്, ആദ്യമായി ഹിസാബ് കഴിഞ്ഞു കിടക്കുന്നത് എന്റെയാണ്, ആദ്യമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് ഞാനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. വലിയ ഹൗദൻ, എനിക്കൊരു ഹൗദുണ്ട് കേട്ടോ, വലഹു മീസാബാനി, അതിന് രണ്ട് വഴികളുണ്ട്, രണ്ട് പാത്തികളുണ്ട്. അഹ്ലാ മിനൽ അസലി, അത് തേനിനേക്കാൾ മധുരമാണ്. വഅബിയദു മിനൽ വരിഖി, വെള്ളിയേക്കാൾ വെളിച്ചമാണ്, തെളിച്ചമാണ്, നിറമാണ്. വെള്ളിയേക്കാൾ വെണ്മയുള്ള, തേനിനേക്കാൾ മധുരമുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ട് പാത്തികൾ എനിക്കുണ്ട് സാബ, എനിക്കുണ്ട് സാബ. ഞാൻ നിസാരക്കാരനല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മൂസാ നബിയെ കുറിച്ചൊക്കെ പറഞ്ഞ് അതൊക്കെ ഓക്കെയാണ്, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്ന ശൈലിയിൽ സയ്യിദുനാ റസൂലുള്ളാഹി. അഹങ്കാരത്തിൻ്റെ വാക്കല്ല, അറിയിച്ചു കൊടുക്കണമല്ലോ. പിൽക്കാലത്ത് കുറേ ആളുകൾ നബി മൗലൂദ് ഓതിയിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി മദ്ഹ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ കടന്നു വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നേരത്തെ മനസ്സിലാക്കി. നബിയുടെ മൂജിസത്താണത്. നബി നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്ന സംഭവങ്ങൾ എനിക്കുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വന്തത്തെ പ്രകീർത്തിച്ചു. ഇനി എത്ര തെളിവുകളുണ്ട്, അത് വേറൊരു വിഷയം നമ്മൾ വിക്കറ്റ് അത് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ റബീഉൽ അവ്വൽ അടുത്ത്, അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. അള്ളാഹു നിലനിർത്താൻ തൗഫീഖ് തരുമാറാവട്ടെ. ആരെന്തു പറഞ്ഞാലും നമ്മളതിൽ ഒന്നും വിഷമിക്കണ്ട. ഈ പാടില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ അവരുടെ നേതൃത്വത്തെ സ്റ്റേജിലിരുത്തിയിട്ട് മണിക്കൂറുകളോളം പുകഴ്ത്താൻ, അതിനൊന്നും ഇവിടെ ആർക്കും കുഴപ്പമില്ല. അതൊക്കെ ഏത് ഹദീസിലുണ്ട്, ഏത് ഖുർആനിലുണ്ട്. അവരുടെ രാഷ്ട്രീയക്കാരെയും അവരുടെ നേതാക്കന്മാരെ സ്റ്റേജിലിരുത്തിയിട്ട് പറയും റളിയല്ലാഹു അൻഹു വ റളു അൻഹു, ഇയാൾ ഷെയ്ഖാണ്, അതാണ് ഇതാണെന്ന് ഇവർ പറയും. അതിനെവിടെ തെളിവ്? പാടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അവരുടെ ആൾക്കാരെ സ്റ്റേജിലിരുത്തിയിട്ട് അവരെങ്ങനെ മദ്ഹ് ചെയ്യുക, അത് പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പുകഴ്ത്തുന്നത്, മദ്ഹ് എന്ന് പറഞ്ഞാൽ അതാണ് പുകഴ്ത്തുക. ഈ മൗലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്, നബിയുടെ ജീവചരിത്രങ്ങളാണ്. അതൊന്ന് പറയുന്നതിന്, അതൊന്ന് പാടി പുകഴ്ത്തുന്നതിന് വിഷമം. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണേ. യൂസുഫ് എന്ന പ്രവാചകൻ പോലും, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അവസാന സമയത്ത് ദുആയിരുന്നത് തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണേ. ആണ് ദുആ, ചെറിയ ദുആ അല്ല. ഒരു പ്രവാചകനാണ്. ചിന്തിക്കണം, നമ്മൾ ശരിക്കൊന്ന് ചിന്തിക്ക് മനസ്സിരുത്തി. പ്രവാചകനായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ദുആ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നുള്ളതാണ്. കാരണം ആഖിബത്ത് അത്രമേൽ പ്രധാനമായ സംഗതിയാണ്. തെറ്റിപ്പോകും, എപ്പോഴും തെറ്റാം, ഏത് സെക്കൻഡിലും തെറ്റാം. എത്രയോ ആളുകളുണ്ട് ജനിക്കുമ്പോൾ മുസ്ലിമാണ്, മരിക്കുമ്പോൾ കാഫിറാണ്. എത്രയോ ആളുകളുണ്ട് ജനിക്കുമ്പോൾ കാഫിറാണ്, മരിക്കുമ്പോൾ മുസ്ലിമാണ്. ജനിച്ചപ്പോൾ കാഫിറായി ജനിച്ച വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവസാനം വഫാത്താകുമ്പോൾ മുത്തുനബിയുടെ ചാരത്ത് വന്നടങ്ങാൻ തൗഫീഖ് കിട്ടിയ വ്യക്തിയല്ലയോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയല്ലയോ? ശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ, അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ദീനിലേക്ക് കടന്നു വന്നു. ചിന്തിക്കണം. കാഫിറായിരുന്നു, അവസാനം വിശ്വാസിയായി. അവസാനം എവിടെ എത്തി? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് തന്നെ അടങ്ങാനുള്ള സൗഭാഗ്യം അല്ലാഹു കൊടുത്തു. ചെറിയ കാര്യമല്ല, അതാ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മുസ്ലിമാ, ആ ഭാഗത്തോട്ട് ഇതുവരെ പോകാൻ തൗഫീഖ് കിട്ടിയ മക്കയിലും മദീനയിലും കണ്ടിട്ടുണ്ടോ? زر ريح المصطفى وازد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സന്ദർശിക്കണേ, സന്ദർശിക്കണേ. സുറുൽ റീഹൽ മുസ്തഫ, മുത്തുനബിയുടെ മഖാം, മുത്തുനബിയുടെ മഖ്ബറ നീ ഒന്ന് സന്ദർശിക്കണേ. വസിദ് ഇഖാമതൻ ബിഹി, അവിടെ നീ നിൽക്കണേ, കുറച്ച് സമയം നീ ചെലവഴിക്കണേ. അവിടെ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കലല്ല വേണ്ടത്. ആ പ്രവാചകന്റെ ചാരത്ത് സലാം പറഞ്ഞ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറഞ്ഞ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സലാം പറഞ്ഞ്, മുത്തുനബിയുടെ ചാരത്ത് നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ ദുആ ചെയ്യണേ. ദുന്യവിയും അഖ്റവിയുമായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് നീ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പ്രാർത്ഥിക്കണേ. വസിദ് ഇഖാമതൻ ബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നീ നിലകൊള്ളണേ, റസൂലുള്ളാഹിന്റെ ചാരത്ത് നീ നിലകൊള്ളണേ. സുറുത്ത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാലസാൽ, എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള സർവ്വ കറകളും സർവ്വ മാലിന്യങ്ങളും നീക്കപ്പെട്ടവനായി മുത്തനബിയുടെ അടുക്കൽ നീ സിയാറത്ത് ചെയ്തവനായി എത്തിക്കുമേ എന്ന് ഉലമാക്കൾ പാടിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സഹോദരങ്ങളും ചിന്തിക്കണേ, നമ്മൾ മുസ്ലിമായി ജനിച്ചവരാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വന്നത് മുതൽ മുസ്ലിമാണ്. പക്ഷെ റേഷൻ കാർഡിലും മുസ്ലിം, ആധാർ കാർഡിലും മുസ്ലിമാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ചാരത്ത് ഇതുവരെ എത്താൻ പോലും നമുക്ക് തൗഫീഖ് കിട്ടിയിട്ടില്ല എങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് സഹോദര, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മ? അതുകൊണ്ട് കൊതിക്കണേ, അതുകൊണ്ട് താല്പര്യം വെക്കണേ. പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴും ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്കൊന്ന് പോകണേ എന്നുള്ള നിയ്യത്തോടെ മനസ്സിലേക്ക് വരണേ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴും റസൂലുള്ളാഹിയെ കാണണ്ട, എനിക്ക് ഹജ്ജ് മാത്രം മതി, എനിക്ക് ഉംറ മാത്രം മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീ നിന്റെ ജീവിതത്തെ മാറ്റി എഴുതരുതേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, മല്ലം യസുർനി ഫഖദ് ജഫാനി, ആരൊരുവൻ എന്നെ സന്ദർശിച്ചില്ലയോ അവൻ എന്നോട് പിണക്കം വെച്ചവനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകരോട് നമുക്ക് പിണങ്ങാൻ സാധിക്കുമോ? അവിടുത്തെ പല്ല് പോലും ഉഹദിൽ ഷഹീദായത്, ഷഹീദാക്കപ്പെട്ടത് ഈ സമൂഹത്തിന് വേണ്ടിയല്ലയോ, ഈ സമുദായത്തിന് വേണ്ടിയല്ലയോ, ഈ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ലയോ? അവസാന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമ്പോൾ പോലും എന്റെ പ്രിയപ്പെട്ട അസ്റായീലേ, ഇത്രത്തോളം വേദനയുണ്ടോ മരണത്തിന്? എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിന് ഇതിനേക്കാൾ വേദനയാണോ? അതേ വേദനയാണെന്ന് അസ്റായീൽ പറഞ്ഞപ്പോ ആ വേദന കൂടി എനിക്കിട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ തെളിനീര് സമൂഹത്തിന് സമ്മാനിച്ച, ഈ സമുദായത്തിന് സ്നേഹത്തിന്റെ സ്പർശനം നൽകിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കാൻ സാധിക്കുമോ? സാധിക്കുമോ? പരിശുദ്ധ ഖുർആൻ നൽകിയ മുത്തുനബി, ദീനിൻ്റെതാകുന്ന സർവ്വ മസലകളും പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്നവരുടെ ഭാഗത്തേക്ക് തിരിയരുതേ, തിരിയരുതേ. പലരും പല വാദഗതികളുമായി മുന്നിട്ട് വന്നിട്ടുണ്ട്. പരിശുദ്ധ മക്കയിൽ പോകൽ മാത്രമേ പാടുള്ളൂ, മദീനയിൽ പോകേണ്ടതില്ല. അതൊക്കെ ചില വാദങ്ങളാണ്, ചില അസുഖക്കാർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ പോകണ്ട, കാരണം നമ്മുടെ നിയത്ത് മക്കയല്ലേ, കഅബ കാണലാണല്ലോ, അവിടെയല്ലേ പരിശുദ്ധമായ ഹജ്ജ് ഉള്ളത്. പക്ഷെ നബി തങ്ങളുടെ വാക്കാണ്, മല്ലം യസുർനി ഫഖദ് ജഫാനി, എന്നെ ആരെങ്കിലും സന്ദർശിച്ചില്ല എങ്കിൽ എന്നോടൊപ്പം പിണക്കം വെച്ചവനാണ്. ഒരുപാട് ആളുകളുണ്ട് മക്കത്ത് പോയി ഉംറ നിർവഹിച്ചിട്ട് തിരിച്ചു വരും, അവന് സൗകര്യപ്പെടുന്നുണ്ട് മദീനയിൽ പോകാൻ, പക്ഷെ പോവില്ല, തിരിച്ചു വരാൻ പാടില്ല ഒരിക്കലും. നമുക്ക് ചെയ്യാൻ പാടില്ല, നമുക്കത് ചെയ്യാൻ പാടില്ല. മുഅ്മിനായ ഒരു വ്യക്തിയാണോ ചെയ്യാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം നബിയോടുള്ള സ്നേഹം അത്രത്തോളം വേണം. ആരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മനസ്സിലാക്കണം നമ്മൾ. അവസാന ശ്വാസം നിലയ്ക്കുന്ന സമയത്തും എന്റെ സമുദായത്തിന് നൽകുന്നതായ വേദന എനിക്ക് നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീലിനെ നിർബന്ധിച്ച നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതെനിക്കിട്ട് തന്നേക്ക് ഞാനത് സ്വീകരിച്ചു കൊള്ളാം. സമുദായത്തിന്റെ മുഴുവൻ വേദനയാണ്. ഒരാൾക്ക് പോലും അവനവന്റെ വേദന പോലും സഹിക്കാൻ പറ്റാത്ത സമയം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവന്റെ അവസാനത്തെ രംഗം പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേൽ വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് ഉരസുകയാണ്. വേദന കൊണ്ട് പൊളയുകയാണ്. സക്കറാത്തിന്റെ ഹാലാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കുന്ന നേരമാണ്. ഇമാം ഗസാലി തങ്ങൾ തന്നെ പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ ജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്നവന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ തൊള്ളയിലേക്ക് എത്തിച്ചു കൊടുത്താലും അത് മുഴുവനും കൊണ്ടുവന്ന് ചൊരിഞ്ഞു കൊടുത്താലും അവന്റെ ദാഹം ശമിക്കുകയില്ലത്രേ. അത്രമാത്രം പ്രയാസമാണ്, വേദനയാണ് സക്കറാത്തിന്റെ ഹാല് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹ്. സഹോദരങ്ങളെ ചിന്തിക്കണേ, ആ വേദന മുഴുവനും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരു വ്യക്തിയുടേതല്ല, എന്നെ സമുദായത്തിന്റെ മുഴുവൻ വേദനയും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല നബിയേ, അങ്ങനെ പാടില്ല, അങ്ങനെ ഇതാ വിഭജിക്കുന്ന പരിപാടിയില്ല. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് വിഭജിച്ചിരുന്നുവെങ്കിൽ മുത്തുനബി ഏറ്റെടുത്തേനെ. അത്രത്തോളം സമുദായത്തോട് കാരുണ്യത്തിന്റെ പരസ്പർശം നീട്ടിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെ കാണാതിരിക്കരുതേ, അവിടുത്തെ മദ്ഹുകൾ പ്രകീർത്തിക്കാതിരിക്കരുതേ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എത്ര പ്രകീർത്തിച്ചാലും മതിയാവാത്ത വ്യക്തിത്വം. ചിന്തിക്കണം, നമുക്കും മരിക്കണ്ടേ? നമ്മൾ ഈ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് നടന്നാ മതിയോ? നമ്മുടെ നാവ് എന്തിനു കൊള്ളാം സഹോദരങ്ങളെ? നമ്മുടെ നാവ് എന്തിനു കൊള്ളാം? അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന നാവാണോ നമ്മുടേത്? ഖുർആൻ ഓതുന്ന നാവാണോ? ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ആലിമീങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്നെ പ്രിയപ്പെട്ട അനുയായികളെ കഴുതപ്പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കാണുകയാണ്. കഴുതപ്പുറത്തിരുന്നുകൊണ്ട് വർത്താനം പറയാ, ദുന്യവിയായ സംസാരം. ഖുർആനും ആയത്തോ ഹദീസോ ഒന്നുമല്ല, ദുന്യവിയായ സംസാരം അങ്ങനെ സംസാരിക്കാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അവരോടായി പറയുകയാണ്, ഇർകബൂഹാ സാലിമാ വദഊഹാ സാലിമാ വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും റബ്ബ മർകൂബിൻ ഖൈറും മിൻ റാകിബിഹാ വഅക്സറു ദിക്റൻ ലില്ലാഹി മിൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കഴുതപ്പുറന്നിരുന്നുകൊണ്ട് ദുന്യവിയായ സംസാരം സംസാരിച്ച അനുയായികളോട്, സ്വഹാബത്തിനോട് മുത്തുനബി പറയുകയാണ്, ഇർകബൂഹാ സാലിമ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ മാന്യമായി അതിന്റെ മുകളിൽ കയറിയിരുന്ന് വർത്തമാനം പറയാതെ മാന്യമായി യാത്ര ചെയ്യണേ. വദഊഹാ സാലിമ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ വെറുതെ വിടണേ, അതിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് സംസാരിക്കരുതേ. വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും, നിങ്ങളുടെ സംസാരത്തിലുള്ള കസേരകളായി അതിന്റെ മുതുകുകളെ നിങ്ങൾ ആക്കരുതേ.
നിങ്ങൾ അതിന്റെ മുതുകത്ത് കയറിയിരുന്നിട്ട് ഇങ്ങനെ കഥ പറയാ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിപ്പോ അന്ന് കഴുതയാണ്, ഇന്നിപ്പോ കുതിരയാണ്, ഇന്നിപ്പോ വാഹനം മാറി. ഇന്ന് കാറുള്ളവരുണ്ടാകും, ബൈക്കുള്ളവരുണ്ടാകും. ആവശ്യമില്ലാതെ അതിനകത്ത് കയറിയിരുന്നിട്ട് ഇങ്ങനെ സൊറ പറയാ. ഇന്നിപ്പോ നമ്മളെന്താ ദുന്യവിയ സംസാരമൊന്നുമില്ല. എല്ലാവരും നല്ല അറ്റൻഷൻ ആയിട്ടിരുന്നിട്ട് സിനിമാ പാട്ടിട്ടേക്കുക. മുക്കാപ്പില ഉള്ള പരിപാടി പാട്ട് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. ദുന്യവിയായ സംസാരവും നമ്മൾ വേറെ ആൾക്കാർ സംസാരിക്കുക, ഡിസ്കോ പാട്ടൊക്കെ തുള്ളി പോകാൻ പരിപാടി അല്ലേ? നമ്മൾ സംസാരിക്കുന്നില്ല ഉസ്താദെ, വേറെ ആൾക്കാർ സ്പീക്കർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സിനിമാ പാട്ട് കേട്ട് പോവാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാടില്ല. വാഹനത്തിൽ കയറുന്നവരുണ്ടോ ദുന്യവിയായ സംസാരം കുറയ്ക്കണേ. ഇർകബൂഹാ സാലിമാ വദഊഹാ സാലിമാ. വാഹനത്തിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് സംസാരിച്ച അനുയായി വൃന്ദത്തോട് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ആവശ്യമില്ലാത്ത സംസാരം സംസാരിച്ചു കൊണ്ടിരിക്കരുത്. ഒന്നുകിൽ നിങ്ങൾ മാന്യമായി യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വെറുതെ വിട്ടേക്കുക. അതിന്റെ മുകളിൽ നിങ്ങൾ ഇറങ്ങുക, എന്നിട്ട് അതിനെ വെറുതെ വിട്ടേക്ക്. നിങ്ങളുടെ സംസാരത്തിനുള്ള കസേരകളായി അതിനെ നിങ്ങൾ മാറ്റരുതേ. സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ മുകളിൽ കയറിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സ്വറ പറയാം, ഭയങ്കര കഥയൊക്കെ പറയാം. എന്താ കാരണം? നബി തങ്ങൾ പറഞ്ഞ അടുത്ത വാക്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. എത്രയെത്ര വാഹനങ്ങളാണ് ആ വാഹനത്തിന്റെ പുറത്ത് കയറിയവരെക്കാൾ ഉത്തമരാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. വാഹനത്തിൽ കയറിയത് നാട്ടിലെ വലിയ ആലിമായിരിക്കാം, വലിയ വ്യക്തിയായിരിക്കാം, പക്ഷെ ആവശ്യമില്ലാത്ത സംസാരം, ദുന്യവിയ സംസാരം പാടില്ല എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ നിർത്തണേ എന്നൊക്കെ പറയാം. അതൊക്കെ ദുന്യവിയ സംസാരമാണ്. മിണ്ടായിരുന്നു കഴിഞ്ഞാൽ വണ്ടി വിട്ടങ്ങ് പോകും. മേക്കോണം കഴിഞ്ഞിട്ട് ഹലോ വിട്ടു ജാസ് വണ്ടി വിട്ടങ്ങ് പോകും. പറഞ്ഞില്ലേ പോയില്ലേ. ദുന്യവിയ സംസാരം ആവശ്യത്തിന് സംസാരിക്കുക, അത് പറ്റൂ. ഇത് ചുമ്മാ വണ്ടിക്കകത്തോടെ കയറിയ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മളിപ്പോ ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും കാണാൻ ചെല്ലും, ഹലോ അവിടെ എത്തി ഭയങ്കര ഒച്ചയും ബഹളം. ഇങ്ങനെ തിലക്കിലായിരിക്കും ഓനിരിക്കുന്നത്. ഫ്രണ്ടിരിക്കുന്ന നമ്മൾ അവൻ്റെ ഹിസ്റ്ററി മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. ഓൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഓൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, സംഭവങ്ങൾ, ഓൻ്റെ മൈക്കിൻ്റെ വാട്സ് സംഭവങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. കാരണം അവൻ്റെ ഫുൾ ഹിസ്റ്ററി വിവരിക്കുന്ന രീതിയിലായിരുന്നു ഫോം വിളിക്കുക. എത്ര ആളുകളുണ്ട് ട്രെയിനിലില്ലേ, സഹോദരിമാരടക്കയില്ലേ, മുസ്ലിം സഹോദരിമാരടക്കയില്ലേ. മുസ്ലിമീങ്ങളെയാണ് നമ്മൾ ദീൻ പഠിപ്പിക്കുന്നത്, അവരല്ലേ പഠിക്കേണ്ടത്, അവരല്ലേ ശ്രദ്ധിക്കേണ്ടത്. നല്ല മഫ്തയൊക്കെ ഇട്ട നല്ല പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അവർ തന്നെ ട്രെയിനിലിരിക്കാൻ കയറിയെന്നോട്ട് അങ്ങനെ വർത്തമാനമാണ്, കാമുകന്മാരോട്ട് ഭയങ്കര വർത്തമാനം. അത് അയ്യമ്മോയിലോട് വിളിച്ചിട്ട് ഭയങ്കര ചാറ്റിങ്. തൊട്ടിപ്പുറത്ത് ഉസ്താദുമാരുണ്ട്. ഒന്നും മൈൻഡ്. രാത്രി 12 മണിക്ക് 1 മണിക്കുള്ള സമയത്തായി പറയുന്നത്, അല്ലാതെ പകലുള്ള കാര്യമല്ല. തൊട്ടപ്പുറത്തെ ബർത്തിൽ ആലിമീകളുണ്ടാകും, ഉസ്താദുമാരുണ്ട്, സയ്യിദുമാരുണ്ടാകും, മുത്തല്ലിമീങ്ങളുണ്ടാകും, നാട്ടുകാരുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും, അന്യമതത്തിൽപ്പെട്ടവരുണ്ടാകും. ഒന്നും പ്രശ്നമല്ല. ഇവളിങ്ങനെ ഇതിങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഭയങ്കര വർത്താനമാണ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ നോക്കും, ഒന്ന് മിണ്ടാതിരിക്കുന്ന കൊള്ളായിരുന്നുള്ള ശൈലി. അതുകൊണ്ട് നമ്മൾ അതിനേക്കാൾ വലിയ നോട്ടം നോക്കും. അതോടെ പിന്നെ നമ്മൾ പിന്നെ പത്തി മടക്കും. ഇതാണ് അവസ്ഥ. ആരും പറയലുമില്ല. മുമ്പൊക്കെ AC കോച്ചിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒന്നും ആരും ഉണ്ടാവൂല, വളരെ തുച്ഛമായ ആളുകളായിരിക്കും അതിനുള്ളിൽ കയറിയിട്ട്. അതിലുള്ളവരൊക്കെ എക്സിക്യൂട്ടീവ് ആൾക്കാരായിരിക്കും. ഇന്നിപ്പോൾ AC കോച്ചിലോട്ട് കയറി നോക്കിയേ, തീർന്ന് അല്ലാഹത്ത്. അതിനകത്ത് തന്നെ ഈ ഫോം വിളിയും ബഹളവും ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ ആളുകളാണ് കൂടുതൽ. ബോധമില്ലാത്ത രീതിയിൽ അന്യമതക്കാരായ ആളുകൾ പോലും അവരിങ്ങനെ ശ്രദ്ധിക്കുക, എന്താണ് ഇപ്പോൾ ഈ വച്ചേമ്പള, ഈ മേത്തന്മാരെ കൊണ്ട് ഇവരെ കൊണ്ട് പ്രശ്നമായില്ല എന്നുള്ള രീതി. എന്തിനാണ് നബിതങ്ങൾ പഠിപ്പിച്ചതാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇർകബൂഹാ സാലിമ, ഒന്നില്ലെങ്കിൽ നീ മാന്യമായി യാത്ര ചെയ്യ്, വദഊഹാ സാലിമ, അല്ലെങ്കിൽ ഒഴിവാക്ക്. നീ ഒരുത്തനുമായിട്ട് പ്രശ്നമാണ്, നിനക്ക് ഫോൺ വിളിക്കുമ്പോൾ അവനെ ചിലപ്പോൾ വർത്തമാനം കൂടുതൽ പറയേണ്ടി വരും. എന്നാൽ അവനോട് പറയാ, ഞാൻ യാത്രയിലാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ബന്ധപ്പെടാം, ഞാനൊരു അരമണിക്കൂർ കഴിയട്ടെ. അങ്ങനെയാണ് വേണ്ടത്. കാരണം മറ്റുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് സ്വന്തം വാഹനത്തിൽ ഇരുന്നിട്ട് പോലും മുത്തുനബി പറയുന്നു, പാടില്ല, ആ വാഹനത്തിന്റെ മുകളിൽ കയറിന്നുകൊണ്ട് സംസാരിക്കരുതേ, നിങ്ങൾ സംസാരിക്കരുതേ. വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും റബ്ബമ റകൂബിൻ ഖൈറും മിൻ റാകിബിഹാ വഅക്സറു ദിക്റൻ ലില്ലാഹി മിൻഹു. വാഹനത്തിൽ കയറിയവനേക്കാൾ
വാഹനങ്ങളെക്കാൾ വാഹനമായിരിക്കും കൂടുതൽ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം കുതിരയാകട്ടെ കഴുതയാകട്ടെ ഏത് വാഹനത്തിന്റെ മുകളിലിരുന്നാണെങ്കിലും അനാവശ്യം സംസാരങ്ങൾ ഒഴിവാക്കണേ, ദുന്യവിയായ സംസാരങ്ങൾ ഒഴിവാക്കണേ. കാരണം നമ്മളെക്കാൾ ദിക്ർ ചൊല്ലുന്നത് അല്ലാഹുവിലേക്ക് ഈ വാഹനങ്ങളാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതിന്റെ നാവുകൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ ഇതിന്റെ മുകളിൽ കയറുന്നുണ്ട് അങ്ങനെ വർത്തമാനം തന്നെ. ചില ആളുകൾ അങ്ങനെയാണ്, വാഹനത്തിൽ കയറിയാൽ പിന്നെ ചിലർ വാഹനത്തിൽ കൂട്ടും. എന്തിനാന്ന് പറഞ്ഞാൽ ഓനുണ്ടെങ്കിൽ പിന്നെ അള്ളാഹത്ത് പിന്നെ ഉറക്കം വരൂല. നേരം വെളുക്കുന്നവരെ വരെ കാസർഗോഡ് അവനെയും കൊണ്ടുപോകുക. അതുകൊണ്ട് അവനെ പിടിച്ച് കയറ്റി ഉറക്കമൊന്നും ഉണ്ടാവില്ല. അവനെ പിടിച്ച് കയറ്റിയിട്ടുണ്ടാവും. കാരണം നേരം വെളുക്കുന്നവരെ ഉറങ്ങാതെ ഡ്രൈവർ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ നല്ല റാഹത്താണ്. ചില കാണുന്നതിനെ പറ്റിയൊക്കെ ഇവന് അഭിപ്രായമുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിച്ചോണം. ആവശ്യമില്ലാതെ ദുന്യവിയായ സംസാരം കേൾക്കാനും നിൽക്കണ്ട, പറയാനും നിൽക്കണ്ട. രണ്ടും ബുദ്ധിമുട്ടാണ്. ഒരാൾ കൂടുതൽ പറയാണ്ട് അത് നമ്മൾ കേട്ടുകൊടുക്കാണ്. ഫനായി മസാദാണ്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവന്റെ അടുക്കലേക്ക് 5 മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. അതിൽ രണ്ടാമത്തെ മലക്ക് വന്നുകൊണ്ട് അവനോട് ചോദിക്കുന്നത് ആദമിന്റെ പൊന്നുമോനെ ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ. നീ നല്ല വാക്ചാതുര്യമുള്ള വ്യക്തിയായിരുന്നല്ലോ, ഒരുപാട് സംസാരിക്കുന്നവനായിരുന്നല്ലോ. വമാ അസ്കതഹുൽ. നിന്റെ നാവിനെ ഇന്ന് അശക്തമാക്കിയതെന്താണ്? നാവിനെ ഇന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താണ്? ദുനിയാവിൽ ഒരുപാട് മോശത്തരം സംസാരിച്ചവനായിരിക്കാം, ദുനിയാവിൽ ഒരുപാട് സംസാരങ്ങൾ നടത്തിയവനായിരിക്കാം, ജനങ്ങളെ താറടിച്ചുകൊണ്ട് ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് ചീത്ത വിളിച്ചവനായിരിക്കാം, അയൽവാസികളോട് വൈകുന്നേര സമയങ്ങളിൽ എപ്പോഴും കയർത്തുകൊണ്ട് സംസാരിച്ചവനായിരിക്കാം. ഇതാ നിന്റെ അവസാന സമയത്തേക്ക് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയത്ത് നിന്റെ അടുക്കലേക്ക് മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ. നിന്റെ നാവിന് എന്ത് പറ്റിയടാ? നിന്റെ നാവിനെ ശക്തമാക്കിയതെന്താണ്? നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്താണ്? നിന്നോട് മലക്ക് ചോദിക്കുമേ. മറുപടി കൊടുക്കാൻ മേക്കോണിലുള്ള സഹോദരിമാർക്ക് കഴിയുമോ? എനിക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? ഒന്ന് ചിന്തിക്കണേ. ആ സമയം അവസാനത്തെ സമയമാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ടൈമാണ്. എത്രയോ യാത്രകൾ നീ ചെയ്തവനാണ്, എത്രയോ യാത്രകൾ പ്രവാസ ലോകത്തേക്ക് പോയവനാണ്, എത്രയോ പ്രാവശ്യം ടൗണിൽ പോയവനാണ്. അപ്പോഴൊക്കെ നിന്റെ ചിന്ത, നിന്റെ മനസ്സിലുള്ളത്, എനിക്ക് തിരിച്ചു വരാൻ സാധിക്കും, എൻ്റെ ഭാര്യയോടൊപ്പം കഴിയാൻ സാധിക്കും, എൻ്റെ മക്കളോടൊപ്പം നിലകൊള്ളാൻ സാധിക്കും. ഏത് പ്രവാസി എന്നോണം മനസ്സിൻ്റെ അകത്തളങ്ങളിലുള്ള ചിന്ത ഇതാണ്. പക്ഷെ അവസാന ശ്വാസം നിലയ്ക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുകയില്ല, ഇനി ഒരിക്കലും മടക്കമില്ല, ഇനി ഒരു തിരിച്ചു വരവില്ല, ഇനി ഒരു തിരിച്ചു വരവ് ഭാര്യയിലേക്കില്ല, ഇനി ഒരു തിരിച്ചു വരവ് ഭർത്താവിലേക്കില്ല. വീടിന്റെ അകത്തളങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പ വരുമെന്ന് കാത്തുകൊണ്ട് കിൻഡർ ജോയ് കൊണ്ടുവരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മക്കളോട് ഇനി തിരിച്ചു വരവിന്റെ വർത്തമാനം പറയാനില്ല. ലൈസ് വാങ്ങിക്കണേ എന്ന് പറഞ്ഞ ഇളയ മകളോട് ഇനി തിരിച്ചു വരവിന്റെ വർത്തമാനം പറയാനില്ല. അവസാന ശ്വാസം നിലയ്ക്കാൻ പോവുകയാണ്. ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ഇവിടെ പറയാൻ പോവുകയാണ്. ആ സമയത്ത് മലക്ക് വന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സഹാബാ ആദമിന്റെ റൂഹ് അപ്പോൾ തൊണ്ടക്കുഴിയിലാ, അവസാന ശ്വാസത്തിൽ ഏകിക്കൊണ്ട് നിലകൊള്ളുന്ന വേളയിലാണ് അവനോട് മലക്ക് ചോദിക്കുന്നത്, ആദമിന്റെ പൊന്നുമോനെ ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വാക്ചാതുര്യമുള്ള നാവ് എവിടെ പോയടാ? എന്ത് പറ്റിയടാ നിനക്ക്? കൂട്ടുകാരനെ നീ ചീത്ത വിളിച്ചവനല്ലയോ? നാട്ടുകാരോട് നീ വഴക്കടിച്ചവനല്ലയോ?
അല്ലയോ? ഇന്ന് നിനക്കെന്ത് പറ്റി? അയൽവാസികൾ അരച്ചാണ് സ്ഥലമൊന്ന് വിട്ടുതരണേ വഴിക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോ വഴക്കുണ്ടാക്കി കോടതി ബില്ലിൽ കേസ് കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങളാക്കി അതിന്റെ പിറകിൽ സമ്പത്ത് ചെലവഴിച്ചവനല്ലയോ? അവസാനം സ്ഥലത്തേക്കാൾ കൂടുതൽ പണം കേസിന് കൊടുത്താൽ പോലും അയൽവാസി ഒരിക്കലും സംതൃപ്തി അടയരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേസിന്റെ പുറകെ പോയി നടക്കുന്നവരല്ലയോ? അവസാന ശ്വാസം നിലക്കുന്ന സമയത്ത് അവനോട് മലക്ക് ചോദിക്കുന്നു, എന്ത് പറ്റിയടാ നിന്റെ നാവ് നിനക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ? എന്ത് പറ്റിയടാ നിനക്ക്? എന്ത് പറ്റിയടാ നിനക്ക്? നിന്റെ നാവിനെ എന്ന് അശക്തമാക്കിയതെന്താണ്? അശക്തമാക്കിയതെന്താണ്? ദിക്ർ ചൊല്ലിയിട്ടില്ല, നമസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല, സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആയുസ് തീർന്നു, ആയുസ് തീർന്നു. നമ്മുടെ അവസ്ഥ തന്നെ അത് തന്നെയല്ലേ? എന്നെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എത്ര വയസ്സെത്തി? ഓരോരുത്തരും അവനവന്റെ വയസ്സൊന്നും എടുക്കും. എത്ര വയസ്സ് ഓരോരുത്തർക്കും എത്തി? ഇനി എത്ര വയസ്സുണ്ട് മരണത്തിലേക്ക്? തീർച്ചപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് 60-70 വരെ ജീവിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? അള്ളാഹു നല്ല ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ചിന്തിക്കണം, നമ്മൾ ശാശ്വതത്വമുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ചിന്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരാരും ഈ ലോകത്ത് നിലകൊണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണേ. കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് നമുക്കുള്ളത്. എപ്പോഴും നീ നാവ് കൊണ്ട് അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിക്കൂടണേ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ.